ഞാനിപ്പോൾ ഉള്ളത് വയനാടാണ്. എൻ്റെ കൂടെ ഉള്ളത് ഉമ്മച്ചേച്ചിയാണ്. ഉമ്മച്ചേച്ചിയെയും ഉമ്മച്ചേച്ചിയുടെ പ്രിയപ്പെട്ട പട്ടി ലിയോയെയും കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. അത് മലയാളികളുടെയും ഒരു അതിർവരമ്പ് കടന്ന് ഒരുപാട് നാടുകളിലേക്ക് എത്തി. ഒരുപാട് ആളുകൾ ആ വീഡിയോ കണ്ടു. ചേച്ചിയെ ഈ ഒരു എന്താ പറയുക ഉരുൾപൊട്ടലുണ്ടായി ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു പിരിയേണ്ട ഒരു സാഹചര്യം വന്നു. അതിനുശേഷം ഏകദേശം 6 ദിവസങ്ങൾക്ക് ശേഷം ഇവർ ഒന്നിക്കുന്ന ഒരു വീഡിയോ യാദൃച്ഛികമായി എൻ്റെ മൊബൈൽ ക്യാമറയിൽ പതിയുകയുണ്ടായി. അത് വളരെയധികം വൈറലായി. ഒരുപാട് ആളുകൾ, മന്ത്രിമാരുൾപ്പെടെ ഒരുപാട് ആളുകൾ അത് ഷെയർ ചെയ്യുകയുണ്ടായി. ಬರೀ ಸ್ವಯಂ ಸೇವಕರು, ಮಿಲಿಟರಿ ಅವರು, NDRF ಅವರು ಈ ಥರದವ್ರಿಗೆ ಮಾತ್ರ ಅವಕಾಶ ಇತ್ತು. கையாளரை கட்டி அணைத்து முத்தமிட்ட சம்பவம் பார்ப்பவர் കണ്ണുകളിൽ നീരൂറ് செய்கிறது. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. ഉമ്മച്ചേച്ചിയെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള കുറേ കമൻറ്റുകളും പോസ്റ്റുകളും ഒക്കെ ഈ റീസെൻ്റ്ലി വന്നു തുടങ്ങി. അപ്പോൾ ചേച്ചി ഒരല്പം വിഷമത്തിലാണ്. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് നമുക്ക് ഉമ്മച്ചേച്ചിയോട് തന്നെ ചോദിച്ചു നോക്കാം. എന്താ ചേച്ചി ശരിക്കും സംഭവിച്ചത്? എല്ലാവരും പറയുന്നത് ഞാനും ആ നായും മാത്രമേ ഉള്ളൂ, എൻ്റെ കുടുംബം മൊത്തം മരിച്ചുപോയി എന്നുള്ളൊരു രീതിയിലാണ് മൊത്തം സംസാരം വരുന്നതെന്ന്. അപ്പം അത് എൻ്റെ മക്കൾ കാണുമ്പോൾ, മക്കളെ കൂടെ പഠിച്ചവരും ഞങ്ങളെ കുടുംബവും കൂട്ടമൊക്കെ അത് വിളിച്ചു ചോദിച്ചിട്ട് അവർ എന്താ പറയുക, ഒന്നാമത് എൻ്റെ മോന് സുഖമില്ലാത്തൊരു കുട്ടിയാണ്. അപ്പോൾ അവനതൊരുപാട് വിഷമം ആവാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അതൊന്ന് നിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളെ കുടുംബത്തിൽ ആരും മരിച്ചിട്ടില്ല. ഞാനും എൻ്റെ ഭർത്താവും 2 മക്കളും ജീവനോടെ ഇരിക്കുന്നുണ്ട്. അത് നിങ്ങളെ കണ്ടതുമാണ്, ഞങ്ങൾ പറഞ്ഞതുമാണ്. അല്ലാതെ നമ്മൾ ഇതില് മീഡിയയിൽ ഇതാകാൻ വേണ്ടിയിട്ട് നായനെ കെട്ടിപ്പിടിച്ചതോ ഉമ്മച്ചോ ഒന്നല്ലാതെ ഞാൻ അവിടെ ഇറങ്ങി ചെന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ അടുത്ത് കണ്ട സന്തോഷത്തിൽ ഓടി വന്നതാണ്. അല്ലാതെ ഞങ്ങൾ വൈറലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരിക്കലും ചെയ്തതുമല്ല. അതിപ്പം ഞാനും നായും മാത്രമുള്ള ഒരു രീതിയിലാക്കിയത്. അത് നമുക്കൊരു വിഷമല്ലേ. എത്ര നാളായിട്ട് ഈ ലിയോ ചേച്ചിന്റെ 1.5 വർഷമായിട്ട് ഞങ്ങളെ കൂടെ ഉണ്ട്. ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ട്, ചെറിയല്ല പ്രസവിച്ചത് ഞങ്ങളെ വീട്ടിൽ തന്നെയാണ് പ്രസവിച്ചത്. അവന്റെ അമ്മ 12 മക്കളുണ്ടായിരുന്നു. അവന്റെ അമ്മേനും ബാക്കി 11 കുട്ടികളെയും പുലി പിടിച്ചിട്ട് പോയി. ലിയ മാത്രമുള്ളൂ. അപ്പൊ ലിയനെ ഞങ്ങൾ പുറത്ത് വിടൂല. ഞങ്ങളെ കൂടെ ആത്ത് കട്ടിന്റെ താഴെ, അവനും കട്ടിന്റെ മുകളിൽ ഞങ്ങളും കിടക്കണ ഒരു രീതിയിൽ ഞങ്ങളെ മക്കളെ പോലെ ഞങ്ങൾ നോക്കുന്നതാണ്. ആ ഒരു സ്നേഹം തന്നെയാണ് നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? തീർച്ചയായിട്ടും. ഞാൻ എല്ലാ ദിവസവും ഈ ഡോഗിനെ കാണാറുണ്ടായിരുന്നു, ലിയോനെ കാണാറുണ്ടായിരുന്നു. അപ്പൊ വരുമ്പോഴെല്ലാം ഈ ലിയോ ഭയങ്കര സ്നേഹത്തോടെ ഈ പറഞ്ഞ എന്താ പറയാ, എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം അട്ടവല വിട്ടിട്ട് വന്നാൽ അവന് ഭക്ഷണം കിട്ടില്ല. അപ്പൊ ഞങ്ങൾ അവനെ ഒപ്പം എടുത്തു കൊണ്ടുവന്നിട്ട് ഞങ്ങള് പിന്നെ മിലിറ്ററിക്കാരോട് പറഞ്ഞിട്ട് അവര് കയറിൽ കെട്ടിയിട്ടാണ് അവനെ പുറത്ത് ചൂരമല വിട്ട് ഞങ്ങളെ. പക്ഷെ അത് നമ്മളൊരു സാധാ ഡോഗ് ആയതുകൊണ്ട് എന്താക്കി ഇവിടേക്ക് കൊണ്ടുവരാൻ വിട്ടില്ല. അപ്പൊ പറഞ്ഞു ഇവിടെ ഒരുപാട് പട്ടികൾ ഉള്ളതാണ്, അപ്പൊ അവരവിടെ പ്രശ്നമാവും. അപ്പൊ എന്താക്കി ഞങ്ങൾ ചൂരമല ടൗണിൽ ഞങ്ങൾ തെരച്ചിലുകാരും അവരൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അവന് ഭക്ഷണം കിട്ടും, നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ വിട്ടിട്ടു. എന്താ ശരിക്കും സംഭവിച്ചത്? ചേച്ചി എങ്ങനെ ഈ ചേച്ചിക്കെതിരെ, ചേച്ചിയുടെ കുടുംബത്തിലെ ആളുകൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വന്ന് അറിഞ്ഞത്? എന്താ സംഭവിച്ചത്? മോൻ വിളിച്ചു പറഞ്ഞു, എനിക്കിത് സാധാ പോടുള്ളൂ കേട്ടോ. മോൻ പറഞ്ഞു അമ്മ ഇങ്ങനെ ഞാനും ഇല്ല, ഏട്ടനും ഇല്ല, അച്ഛനും ഇല്ല, ഞങ്ങളൊക്കെ മരിച്ചു, അമ്മയും നായും മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ഇതില് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. അപ്പൊ അത് പിന്നെ ഒരുപാട് നമ്മളെ ബന്ധുക്കളും മറ്റവരും എല്ലാരും വിളിച്ച് ഞങ്ങളോട് ചോദിക്കാണ് നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു പറഞ്ഞത്. അപ്പൊ അമ്മ പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അങ്ങോട്ട് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതെന്തിനാണ് നമ്മളെതിരെ ഒരു കുടുംബം ജീവിച്ചിരിക്കുക അവരെ മരിച്ചത് ആക്കരുതല്ലോ. അത് വെച്ചിട്ടാണ് നിങ്ങളെ വിളിച്ച് ഞങ്ങളെ മോൻ പറഞ്ഞത്. ലിയോ 1.5 വർഷമായി. അല്ല, ലിയോനെ ഞങ്ങൾ അവിടെ വിട്ടിട്ട് പോകുന്നു. ഞങ്ങൾ അട്ടമല അവിടെ ഒറ്റപ്പെട്ട് ഞങ്ങൾ പാടിയിലാണ്, കമ്പനീന്റെ പാടിയിലാണ് താമസം. അപ്പൊ ഞങ്ങൾ വരുമ്പോ ഞങ്ങൾ ലിയോനൊപ്പം കൂട്ടി. പക്ഷെ ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ലിയോനെ ചൂരന്മല പിന്നെ മിലിറ്ററിക്കാരോട് പറഞ്ഞിട്ട് അവിടെ നിർത്തി. അവർ പറഞ്ഞ് ഭക്ഷണം കൊടുത്തോളാന്ന്. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ഇവിടുന്ന് പോകാൻ കഴിയില്ല. അങ്ങനെ ഞായറാഴ്ച ഞങ്ങളൊരു ബന്ധു വന്നപ്പോൾ ഞങ്ങൾ ഓരോ കാറിൽ പോയപ്പോൾ ഞങ്ങൾ നടന്നു യാദൃശ്ചികം നമ്മളെ നാട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് ഓൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചതും കരഞ്ഞതൊക്കെ. അല്ലാണ്ട് നമ്മൾ വൈറലാവാൻ വേണ്ടിയിട്ട് അവനെ കെട്ടിപ്പിടിച്ചതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓൻ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചതാണ്. അല്ല ഞാൻ അവനെ തെരഞ്ഞു പോയി കെട്ടിപ്പിടിച്ചതല്ല. ഇല്ല, വിടില്ല. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോഗ് പറഞ്ഞാൽ സാധാ നാടൻ പട്ടിയാണ്. ഇവിടെ കൊണ്ടുവന്ന ഡോഗുകളൊക്കെ വലിയ പൈസക്കാരതാണ്. അപ്പൊ ഞങ്ങൾ പോലീസുകാരോട് ചോദിച്ചു, ഒരിക്കലും പറ്റില്ല ക്യാമ്പിലേക്ക്, നമുക്ക് ഇവിടെ ആകുമ്പോൾ അവർ സുരക്ഷിതരാണ്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്, അവർക്ക് ഭക്ഷണം ഞങ്ങൾ കൊടുക്കും.
അല്ലെങ്കിൽ ഇവിടുന്ന് പിന്നെ മൃഗാശുപത്രിന്റെ ആൾക്കാർ ആരെങ്കിലും വന്ന് അവർക്ക് എന്താ വേണ്ടത് അവർ നൽകും. നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. എന്നാലും നമ്മൾ ആൾക്കാരെയാണ് സംരക്ഷിക്കുക, ഇവരെയാണ് സംരക്ഷിക്കുക. അപ്പൊ നിങ്ങൾ ഇവിടെ അവൻ സുരക്ഷിതനാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചൂരമല നിർത്തിയിട്ട് പോകുന്നത്. അത് ഞങ്ങൾ കാണാതെ കയറി പോകുന്ന, കണ്ട ഞങ്ങളെ കൂടെ വരും. അങ്ങനെ വന്നതാണ് ഞങ്ങള്. എന്തായാലും ഇത് കാണുന്ന എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, ചേച്ചിയുടെ കുടുംബത്തില് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. ചേച്ചിയും ചേച്ചിയുടെ മക്കളും ചേച്ചിയുടെ ഹസ്ബൻഡും എല്ലാവരും സേഫ് ആണ്. അവരുടെ വീടിന് ചെറിയ എന്തോ ഒരു നാശനഷ്ടം. അത് ഞങ്ങൾ ഇപ്പൊ പുതിയ വീട് വെക്കണെടുത്ത്, അല്ലാതെ ഞങ്ങള് കമ്പനീന്റെ ക്വാർട്ടേഴ്സിലാണ് പാടിയില്. അതിനൊരു കുഴപ്പമില്ല. അട്ടമലയ്ക്ക് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ ഇവരുടെ കുടുംബം, ഇവർ സമാധാനമായിട്ട് കുടുംബത്തോടെ ജീവിച്ചു പോകുന്ന ഒരു ഫാമിലിയാണ്. അപ്പം വെറുതെ അവരെ വിഷമിപ്പിക്കുന്ന രീതിയിലൊക്കെയുള്ള കമന്റുകളൊന്നും നിങ്ങൾ ഇടാതിരിക്കുക. ചേച്ചി എന്തായാലും ഇനി തിരിച്ച് ചെല്ലുമ്പോൾ തീർച്ചയായും ലിയോനെ കൂടെ കൂട്ടും. അവരൊരുമിച്ച് വീണ്ടും അവരുടെ ഒരു ജീവിതം കെട്ടിപ്പടുക്കും. അപ്പം ദയവ് ചെയ്ത് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഇത്തരത്തിലുള്ള പോസ്റ്റുകളും, അതായത് ഈ ഒരു ഉരുൾപൊട്ടൽ ദുരന്തത്തിലുണ്ടായ ഇവരെ പോലുള്ള ആളുകൾ, സാധാരണക്കാരെ വെറുതെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റുകളും അല്ലെന്നുണ്ടെങ്കിൽ പോസ്റ്റുകളും ഒക്കെ ദയവ് ചെയ്ത് ഒഴിവാക്കുക. നമ്മുടെയൊക്കെ ഉള്ളുലച്ച വയനാട് ദുരന്തമുണ്ടായ ദിവസം മുതൽ ഞാൻ ഈ വയനാട്ടിലുണ്ട്. നിരവധി ഹൃദയഭേദകമായ കാഴ്ചകളാണ് ഓരോ ദിവസവും ഞാൻ കാണുന്നതും കേൾക്കുന്നതും എല്ലാം തന്നെ. നിങ്ങളും അത് തന്നെയായിരിക്കും കാണുന്നതും കേൾക്കുന്നതും വാർത്താ മാധ്യമങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും എല്ലാം തന്നെ. അങ്ങനെ നിരവധി ഹൃദയഭേദകമായ കാഴ്ചകൾ കാണുന്നതിനിടയിലാണ് അവിചാരിതമായി ലിയോ എന്ന നായയും അവരുടെ ഉടമസ്ഥ ഉമ എന്ന ചേച്ചിയുമായുള്ള ഒരു അപൂർവ കൂടിക്കാഴ്ചയ്ക്ക് ഞാൻ സാക്ഷിയാകുന്നത്. അത് വാർത്ത ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായി ഇങ്ങനെ ഈ ഒരു ദുരന്തമുണ്ടായ ഈ പറഞ്ഞ ടൗണിൽ, അതായത് ദുരന്തമുണ്ടായ ആ ഒരു മേഖലകളിലെല്ലാം തന്നെ ഞാനിങ്ങനെ നടക്കുന്ന ചൂരൽമല ടൗണിലൂടെ നടക്കുന്ന സമയത്താണ് അവിചാരിതമായിട്ട് ഈ ഒരു ലിയോ എന്ന നായ ഈ ഉമച്ചേച്ചിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നതും ഉമച്ചേച്ചി ആ നായയെ കെട്ടിപ്പിടിക്കുന്നതും ആശ്ലേഷിക്കുന്നതും, നായ ഭയങ്കര ദയനീയമായ രീതിയിൽ അല്ലെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ഉമച്ചേച്ചീനെ കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ ഒരു കാഴ്ചകൾ ഞാൻ കാണുന്നത് ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ്. അപ്പോൾ തന്നെ അത് മൊബൈലിൽ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാഴ്ച ആയതുകൊണ്ടാണ് ഞാനത് മൊബൈലിൽ ആ വീഡിയോ എടുത്തത്. പക്ഷെ ആ വീഡിയോ പിന്നീട് നമ്മുടെ ചാനൽ വഴി അത് പബ്ലിഷ് ചെയ്തു. പക്ഷെ ആ വീഡിയോ പബ്ലിഷ് ആയത് ജസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് തൊട്ടു പിന്നാലെ അത് വലിയ രീതിയിൽ വൈറലായി. നിരവധി ആളുകൾ അത് ഷെയർ ചെയ്തു. നിരവധി പേജുകളിൽ, ദേശീയ മാധ്യമങ്ങളിൽ, അന്തർദേശീയ മാധ്യമങ്ങളിൽ, BBC ഉൾപ്പെടെയുള്ള, ബ്രൂട്ട് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലെല്ലാം തന്നെ അത് വലിയ വാർത്തയായി. വലിയ രീതിയിൽ അത് ആ വീഡിയോ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തു. അപ്പോൾ ആ ഷെയർ ചെയ്യുന്നതിൻ്റെ കൂടെ ചില ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയാണ്, പലതരത്തിലുള്ള ആളുകളുണ്ട്. പക്ഷെ ഒരുപാട് ആളുകൾ അവരെ മോശപ്പെടുത്തുന്ന രീതിയിൽ, അതായത് ഒരു ഫേക്ക് ന്യൂസ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർ വൈറലാകാൻ വേണ്ടി ചെയ്തതാണ്, ഉമച്ചേച്ചി വൈറലാകാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതോടൊപ്പം തന്നെ ഉമച്ചേച്ചിയുടെ കുടുംബത്തിലെ എല്ലാവരും മരിച്ചു, പിന്നെ തന്നെയുമല്ല അവർ ഈ ഒരു ലിയോ എന്ന നായയെ അവർ കൂട്ടിക്കൊണ്ട് പോയില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കരമായ രീതിയിൽ അവരെ വിമർശിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും ഒക്കെയുള്ള കുറേ കമൻറ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇതൊക്കെ ഈ ഒരു കമൻറ്റുകളൊക്കെ തന്നെ അവരും അത് ഈ ഉമച്ചേച്ചിയും ഉമച്ചേച്ചിയുടെ മകനും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും സത്യം ഇതാണ്, ഉമച്ചേച്ചിയുടെ കുടുംബത്തിൽ ആരും ഈ ഒരു ഉരുൾപൊട്ടലിൽ മരിച്ചിട്ടില്ല. അവരെല്ലാം തന്നെ സുരക്ഷിതരാണ്. അവരെല്ലാം തന്നെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്. ഈ കമൻറ്റുകളും ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും എല്ലാം തന്നെ അവർ കണ്ട് ഈ ഒരു അവർക്ക് ഭയങ്കരമായ രീതിയിൽ അവർ ഓൾറെഡി ഒരു വലിയ ഒരു പ്രതിസന്ധി അല്ലെന്നുണ്ടെങ്കിൽ ദുരന്തത്തെ അഭിമുഖീകരിച്ച ഒരു കുടുംബമാണ് ആ നാട്ടുകാരെല്ലാവരും തന്നെ. പക്ഷെ അവരെ വീണ്ടും വിഷമിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു കമൻറ്റും അല്ലെന്നുണ്ടെങ്കിൽ ചിലരുടെയെങ്കിലും കമൻറ്റുകളും പോസ്റ്റുകളും ഒക്കെ അവരെ വിഷമിപ്പിക്കുന്ന രീതിയിലേക്ക് മാറി. അതുകൊണ്ടാണ് അവർ ഈ ഒരു ഉമച്ചേച്ചിയുടെ മകൻ എന്നെ നമ്മുടെ ചാനലിൽ വിളിച്ചു കഴിഞ്ഞ് ഈ ഒരു അവരനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം പറയണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്തത്. അതിന് പ്രകാരമാണ് ഈ ഒരു ഉമച്ചേച്ചിയുടെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ എടുത്തത്. എന്തായാലും ഉമച്ചേച്ചിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കുടുംബത്തിൽ ആർക്കും തന്നെ ഒരു ദുരന്തം, ഈ ഒരു ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും സുരക്ഷിതരാണ്. നായയെ, ഈ പറഞ്ഞ ലിയോ എന്ന നായയെ അവർക്ക് ഒരിക്കലും ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ക്യാമ്പിൽ അതിനുള്ള സൗകര്യങ്ങളില്ല. അതുകൊണ്ടാണ് ഈ ലിയോ എന്ന നായയെ ദുരന്തമുഖത്ത് അവർക്ക് ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വന്നത്. പക്ഷേ തീർച്ചയായിട്ടും വൈകാതെ തന്നെ അവർ വാടക വീടുകളിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പുനരധിവാസത്തിനായിട്ട് ഒരുക്കുന്ന സ്ഥലത്തേക്കോ മാറും. അപ്പോൾ തീർച്ചയായും ലിയോയും അവരുടെ കൂടെ ഉണ്ടാകും. കാരണം ലിയോയുമായിട്ടുള്ള ബന്ധം നമ്മളെല്ലാവരും ആ വീഡിയോയിൽ കണ്ടതാണ്. അത്രയധികം സ്നേഹമാണ് ആ കുടുംബത്തിലെ എല്ലാവരുമായിട്ടുള്ള ഈ ലിയോയ്ക്കുള്ളത്, ഈ കുടുംബത്തിന് തിരിച്ചുമുള്ളത്. പക്ഷേ ചില കാരണങ്ങളാൽ നമുക്കറിയാം അവരുടെ എല്ലാ ഉണ്ടാക്കിയ വീടും അതോടൊപ്പം തന്നെ എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം തന്നെ ഈ ഉൾപ്പെടലിൽ ഒലിച്ചുപോയി. ഈ ഒരു ലിയോ എന്ന നായയും നഷ്ടപ്പെട്ടു എന്നാണ് അവർ കരുതിയിരുന്നത്.
പക്ഷെ പെട്ടെന്ന് അവിചാരിതമായിട്ട് ഈ നായയെ അവർ കണ്ടുമുട്ടി. പെട്ടെന്ന് ആ വീഡിയോ നമ്മുടെ കൈവശം നമുക്ക് അത് ഷൂട്ട് ചെയ്തു. നമ്മളത് ആ വീഡിയോ ഭയങ്കരമായി വൈറലായി. എന്തായാലും ഒരു കാര്യം എല്ലാവരോടുമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്, ദയവ് ചെയ്ത് ആ കുടുംബത്തെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളോ അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പോസ്റ്റുകളോ ഒന്നും തന്നെ ഇടരുത്. കാരണം അവർ തീർച്ചയായിട്ടും ഒരു നിഷ്കളങ്കരായ ഒരു കുടുംബമാണ്. തീർച്ചയായിട്ടും അവർക്ക് മറ്റൊന്നും മറയ്ക്കാനില്ല. അവരുടെ ഒരിക്കലും വൈറലാകാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്ത ഒരു വീഡിയോയേ അല്ല. ജസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാനത് ജസ്റ്റ് നടന്നു പോകുന്ന വഴിക്ക് കണ്ട ഒരു അവിചാരിതമായ ഒരു കാഴ്ചയാണ്. ആ കാഴ്ച കണ്ട് അതിൻ്റെ ആ ഒരു സന്തോഷം തോന്നിയെടുത്തൊരു വീഡിയോ ആണ്. ഒരിക്കലും അത് അവരെ ഉപദ്രവിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വിഷമം വരുത്തുന്ന രീതിയിലോ ഉള്ള ഒരു രീതിയിലേക്ക് നിങ്ങളുടെ കമൻറ്റുകളും പോസ്റ്റുകളും ഒന്നും മാറരുത് എന്നാണ് എനിക്കും അതോടൊപ്പം തന്നെ ഈ ഒരു നാട്ടിലുള്ളവർക്കും അതോടൊപ്പം തന്നെ യുമ ചേച്ചിയും അവരുടെ കുടുംബത്തിനും നിങ്ങളോട് പറയാനുള്ളത്.